കളി കാണാറുണ്ടോ? കളികൾ കളി കാണും, കളിയെല്ലാം കാണും. കളിക്ക് ഇപ്പം മുമ്പിലെല്ലാം പോകും, ഇപ്പം കാണാറ്. പിന്നെ കളിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? മുമ്പിൽ വോളിബോളെല്ലാം കളിക്കും, കളിക്കുമായിരുന്നു. മുമ്പ് ചെറുപ്പത്തിൽ. അതാണ് ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്ന് പറയാം. പിന്നെ മറ്റുള്ള പദവികൾ പിന്നെ നമ്മൾ ഒന്നാമതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് അതാണ് പറഞ്ഞത്, നമ്മൾ മതമൈത്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരായിട്ടും മതമൈത്രിക്ക് വേണ്ടി നമ്മൾ ജീവമരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കും. അത് ഈ തീവ്രവാദം ഭീകരവാദത്തിനും മതമൈത്രി കോട്ടം തട്ടുന്ന ആരുമായിട്ട് നമുക്ക് ബന്ധപ്പെടില്ല. അത് ഇവിടെ ഞാനില്ല ഈ പ്രസ്ഥാനത്തിനും ഈ ഭാഗത്ത്. ബാംഗ്ലൂരിൽ ഒരു അവാർഡ് കിട്ടിയ പിന്നെ സ്വാമിയായിട്ട് ഇരിക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു, ഫലകം കണ്ടായിരുന്നു. അത് വിജയപൂരിലെ കേരളത്തിൽ തന്നെ നമ്മളെ ബേജാപൂർ സ്വാമി. അദ്ദേഹം തന്നെ ആരും അങ്ങനെ ഒരു നിന്നിരുന്ന് കൊടുക്കാൻ പാടില്ല. അദ്ദേഹം അത്രമാത്രം ബഹുമാനിച്ചിട്ടാണ് നമുക്കത് തന്നത്. ഏറ്റവും ബഹുമാനിക്കുന്ന ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഇതാണ്. മാത്രമല്ല മതസ്വാതന്ത്ര്യം വേണ്ടിയിട്ട് നമ്മുടെ ഈ പത്രത്തിലും ടി വിയിലെല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് തരുന്ന എനിക്ക് 4-5 കൊല്ലം മുമ്പിൽ ആണ് കോയമ്പത്തൂർ ബ്ലഡ്, അതിൻ്റെ രവി പ്രസിഡൻ്റാണ്, എറണാകുളക്കാരൻ, അല്ല കോയമ്പത്തൂർ. അദ്ദേഹം ആണ് ഈ ടി വിയിലും ഈ പത്രത്തിലും കണ്ട് ആദ്യമായി ഒരു അവാർഡ് നമുക്ക് തരുന്നത്, ബ്ലഡ് ഡൊണേഴ്സ് അസോസിയേഷൻ്റെ കാരുണ്യ ദർശൻ അവാർഡ് തന്നെ. അവിടുന്ന് പിന്നെ കണ്ടമാനം ഇങ്ങനെ കുറേ നല്ലതായിട്ട് അങ്ങ് പോവും. നമുക്ക് എല്ലാത്തിനും പോവില്ല, നമുക്ക് നല്ലത് സംഘടനയാണോ എന്നില്ല ആണെങ്കിൽ പോകും. അതുമാതിരി ഇപ്പോൾ സമാജരത്ന അവാർഡ്, അതുമാതിരി പിന്നെ സിയാബുദങ്ങളെ വീട്ടിൽ കുറേ അവാർഡ് അത് പിന്നെ ഉണ്ട്. ചർച്ചിൽ പോയിട്ട് ആദരിക്കും, അത് ഉപഹാരം തരും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബിൻ്റെ 3 ദിവസമില്ലേ റോട്ടറി ക്ലബ്ബ് വന്നു ഉപഹാരം തന്ന് ഇതാക്കി. പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ ഒതുങ്ങി നിന്നല്ലാതെ ദേശീയമായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളും ഒക്കെ ആയിട്ടും നിരന്തര ബന്ധമുണ്ടല്ലോ, എങ്ങനെയാണ്? നിങ്ങൾ പറഞ്ഞു, ഞാൻ 75 മൂല്യം മുംബൈയിലാണ് പോക്കും വരുന്നെല്ലാം. അന്ന് ഇവിടെ എയർപോർട്ടൊന്നും ഇല്ലല്ലോ കേരളത്തിൽ മറ്റുന്നത്. അപ്പോൾ അവിടെ പോയി ബന്ധപ്പെട്ട് അവിടെ ഈ സംഘടനയിലുണ്ട്, അവിടെ പോയി ബന്ധപ്പെട്ട് പിന്നെ അവിടെ ബിസിനസ് തുടങ്ങാൻ തോന്നി. ഇപ്പോഴും ഉണ്ട് അവിടെ ഇലക്ട്രോണിക്കിൻ്റെ ബിസിനസ് മുംബൈയിലുണ്ട്, മുംബൈയിലുണ്ട് ദാദർ. അന്ന് ദാദറിൽ അന്ന് ഞാൻ എല്ലാമായിട്ട് ബന്ധമാണ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി. അന്ന് അവിടെ എല്ലാം തകർപ്പെട്ടപ്പോൾ എൻ്റെ ഒരു സ്ഥാപനത്തിൽ ആരും ഒന്നും തൊട്ടില്ല. അന്ന് 4 സ്ഥാപനം ഉണ്ടായിരുന്നാണ്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരായിട്ടും ബന്ധം അന്നുകൊണ്ട് ഇന്നുണ്ട്. നല്ല കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബന്ധം മാത്രമല്ല, അത് കുഴപ്പം ആരാന്ന് ഉണ്ടാക്കുന്ന അതിൻ്റെ തെറ്റ് ഫലം കിട്ടുന്നു, ഇല്ലാതാക്കൊന്നും പ്രശ്നമില്ല. അതിനകത്ത് പ്രവർത്തിക്കുക അന്നും അവിടെയും ഇന്നും പ്രവർത്തിക്കുന്നത് അതന്നെയാണ്, മതസൗഹാർദ്ദത്തിനും വേണ്ടിയിട്ടാണ്. അവിടെ ഇപ്പോൾ ഞങ്ങൾ ജമാഅത്ത് ഉണ്ടാകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം മലയാളികൾക്ക് വന്നല്ല, അവിടെ മുസ്ലിമോ ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് തന്നെ മുസ്ലിമുകൾക്ക് മാത്രമല്ല, അവിടെ ഹിന്ദു ആയാലും ക്രിസ്ത്യൻസ് ആയാലും എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ പാഞ്ഞെടുത്തുനിന്ന് ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ബോഡി എത്തിക്കാനുള്ള ബോഡി എത്തിച്ചു കൊടുക്കുന്നു. അത് മരണപ്പെട്ടു പോയാൽ ചിലവില്ലെങ്കിൽ അതിൻ്റെ എല്ലാ പാക്കിങ് ചെയ്തിട്ട് കേരളത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. ആ സംവിധാനം എല്ലാം ഇപ്പോഴും ഉണ്ട്. മുംബൈയിൽ താമസിച്ചിട്ടുണ്ടോ? കുറേ വർഷങ്ങളായിട്ട് താമസമുണ്ട്, പോയി വരും, താമസമുണ്ട് ഉണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതലും പോയി വരികയാണ്. പോയിട്ട് വരും. അവിടെ പരിപാടിക്കെല്ലാം 2-3 ദിവസം നിൽക്കും, പോയി വരും. കൂടുതലും ചെലവഴിക്കുന്നത് ഇവിടെ തന്നെ. ഈ സ്ഥലത്തിൻ്റെ പേര് പ്രാദേശികമായിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ പേര് ചിത്താരി ഈ സ്ഥലം പറയും നോർത്ത് ചിത്താരി. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയാം ഈ അമ്പലത്തിൻ്റെ പരിപാടിക്കെല്ലാം ഉണ്ടാവും. ഇവിടെ എല്ലാം ഉത്സവം നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ മതസൗഹാർദ്ദത്തിന് ഒരു കോട്ടമില്ല. ഇവിടെ അമ്പലമുണ്ട്, പള്ളിയുണ്ട്. ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഇവിടെയല്ലേ മുമ്പിലല്ലേ ഇവിടെയല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നൊക്കെ ഉണ്ട്, ഇല്ലാതാക്കാൻ പോകുന്നൊക്കെ ഒരു കാലത്തും നന്നായില്ല. അതാണ് മനുഷ്യന്മാർ ഇപ്പം മാറി ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു കാലം ഇപ്പം ഞങ്ങൾ വേറെ ഒരു പ്രത്യേകത, കാഞ്ഞങ്ങാട് സംഘമായതിൻ്റെ വന്നതിന് ശേഷം 30 കൊല്ലം മുമ്പിലെല്ലാം അന്ന് മുസ്ലിം പള്ളിയിൽ ഉത്സവമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കാണിക്ക കൊണ്ടുവരിക. അതുമാതിരി ഹിന്ദുവിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ ജാഥയായി പോയി കാണിക്ക കൊടുക്കുക, മധുരപ്പലഹാരം കൊടുക്കുക. അതെല്ലാം ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അത് നിലച്ചുപോയി. കാരണം ഈ തീവ്രവാദം ഭീകരവാദം മനുഷ്യന്മാരിൽ കയറിയുകൊണ്ട് ആ സംവിധാനം നിലച്ചുപോയിട്ട് ഇന്ന് ആ പഴയ പടിക്ക് 2-3 കൊല്ലമായി ഞങ്ങൾ ഈ തുടർച്ചയായ ഈ വർഗീയതയും തീവ്രവാദത്തിന് എതിരായ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് അതെല്ലാം പഴയപടി ഇപ്പോൾ തിരിച്ചു വരാൻ ഈ കാഞ്ഞങ്ങാട് പ്രദേശത്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത്ര കൊല്ലം മുമ്പിൽ കൊണ്ടിട്ടില്ല കാണിക്ക പോവുക, ആ അമ്പലത്തിൽ കാണിക്കൊക്കെ. ഇപ്പോൾ അടുത്ത് മറ്റൊന്ന് ഈ മലയോര പ്രദേശത്തുണ്ട് ഒരു പരപ്പയിൽ, അവിടെ എല്ലാം അമ്പലത്തിൽ നിന്നാണ് കാണിക്ക കൊണ്ടിരുന്നുണ്ട്. അതുമാതിരി മുസ്ലിം പള്ളിയിൽ നിന്ന് അങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ കാസർഗോഡുണ്ടായി. ഇപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്ഥലത്തും ഒരു സ്വീകരിക്കൽ. കാരണം ഒരു 3-4 കൊല്ലം മുമ്പിൽ അടിയും പൊടിയാണ്. ജാഥ പോകുമ്പോൾ എത്തന പോകുമ്പം എറിയുക പിടിക്കുക. ആ സംവിധാനം ഈ കാഞ്ഞങ്ങാട് പ്രദേശത്ത് നിന്ന് മാറിക്കളഞ്ഞു, പഴയ ആചാരത്തിലേക്ക് തിരിച്ചെത്തി. കാരണം എല്ലാവർക്കും ബഹുമാനിക്കുക, മതവും
മതം എല്ലാം ഒന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ പേരിന് മാത്രമേ വ്യത്യാസമുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതിന് ജനങ്ങൾ കോടാനുകൂടി ജനങ്ങളുണ്ടാകുമ്പോൾ തിരിച്ചറിയണ്ടേ. നിങ്ങളുടെ പേര്, എൻ്റെ പേര് മുഹമ്മദ്, നിങ്ങളുടെ പേര് കേട്ട് അങ്ങനെ ഓരോരാൾ പേര് മാറ്റുമ്പോൾ മാറാം. മറ്റേ വേറെ ഒരു അംഗവൈകല്യത്തിനോ അല്ല ചോരക്കോ ഒരു മാറ്റവും ഇല്ലല്ലോ. മനുഷ്യൻ തച്ച് മരിക്കുന്നത് എന്തിനാണ്? മനുഷ്യൻ്റെ ചോരയെല്ലാം തന്നെയാണ്. അതന്നെ മനുഷ്യൻ കരുതിയാൽ മതി. ഈ മനുഷ്യൻ്റെ ചോരെല്ലാം ഒന്നാണ്. ഇതാക്കിയിട്ട് ഇപ്പോൾ നമ്മളെ മതത്തിൽ തന്നെ പറയുന്നത് പറഞ്ഞാൽ, ഞങ്ങളെ മതത്തിൽ പറയുന്നത് പറഞ്ഞാൽ എത്ര ദൂരമായിക്കോട്ടെ, അടുത്തൊരു വീട്ടിൽ അവിടെ ഹിന്ദു ആയിക്കോട്ടോ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, അവൻ പട്ടിണി കിടക്കാൻ പാടില്ല. അവൻ്റെ പട്ടിണി കിടന്ന് അവൻ്റെ പട്ടിന് മാറ്റിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ, അടുത്ത നമ്മളെ വീട്ടുകാർ. അതാണ് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും അങ്ങ് ഈ കാസർഗോഡിൻ്റെ കാര്യസ്ഥനായി നിന്നുകൊണ്ട്, ദേശത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, ലോകത്തിൻ്റെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, യുവത്വത്തിൻ്റെ ചുറുചുറുപ്പോടുകൂടി ജനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ സേവനത്തിൽ നമുക്ക് ഒരു മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട്, നിങ്ങളുമായിട്ട് സഹകരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം. പ്രേക്ഷകർക്കായുള്ള ചോദ്യം ചോദിക്കുന്നു. മുസ്ലിം വർഷത്തിലെ എത്രാമത്തെ മാസമാണ് റംസാൻ? ചോദ്യം ഒരിക്കൽ കൂടി. മുസ്ലിം വർഷത്തിലെ എത്രാമത്തെ മാസമാണ് റംസാൻ? ഉത്തരം അറിയിക്കേണ്ട ഫോൺ നമ്പർ ചുവടെ ചേർക്കുന്നു. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.